കൊച്ചിയെ വീണ്ടും ഗതാഗത കുരുക്കിലാക്കി കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയും ഇടറോഡുകളിലുമെല്ലാം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഗതാഗത കുരുക്കിനും തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനുമെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആലഞ്ചോട് മുതൽ പാലാരിവട്ടം വരെ പ്രതിഷേധ പ്രകടനം നടന്നു. മുന്നൊരുക്കങ്ങളില്ലാതെ രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടന്നതാണ് പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്തെ പൂർണ്ണമായും ഗതാഗത കുരുക്കിലാക്കുന്നത്. ആംബുലൻസുകളും സ്കൂൾ ബസ്സുകളുമെല്ലാം കുരുക്കിലകപ്പെടുന്നത് പതിവാണ്. കുറ്റകരമായ അനാസ്ഥയാണ് പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരും KMR-ലും പുലർത്തുന്നതെന്ന് ഹൈബിയുടെ എംപിയും ഉമാ തോമസ് MLA-യും കുറ്റപ്പെടുത്തി. ഗതാഗത ക്ലേശത്തിന് പരിഹാരമാകുന്ന റോഡുകൾ നിർമ്മിക്കാൻ 25 കോടി രൂപയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്ന് ഹൈബിയുടെ MP ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അടിയന്തരമായി 25 കോടി രൂപയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ വലിയ ഗുരുതരമായ ജനകീയ പ്രക്ഷോഭം, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പോകുന്നതല്ല, ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് ഇത് കടന്നു പോകും. പ്രശ്ന പരിഹാരത്തിന് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് KMR MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഇടറോഡുകളുടെ നിർമ്മാണം DPR-ൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ PWD-ക്കാണ് ഈ ജോലികൾ ചെയ്യാനാവുക. എന്നാൽ ഫണ്ട് ലഭിച്ചാൽ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെ റോഡ് വികസനത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വലി ഇപ്പോൾ ആ പ്രിപ്പറേറ്ററി വർക്ക് DPR പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അത്ര ആ ഫണ്ട്സ് ഇല്ല. ഞങ്ങൾ പിന്നെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ഹംബിളായിട്ട് ഞാൻ ഗവൺമെൻറ്റിക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അത് കിട്ടിയ ശേഷം നമ്മുടെ ആ വരികൾക്ക് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ PWD ഓർ LSGD അവർക്ക് ചെയ്യാൻ വേണ്ടി വരും. ഗതാഗത കുരുക്കിൽ വലയുന്ന ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വൻ പ്രക്ഷോഭങ്ങൾക്കാണ് തയ്യാറെടുക്കുന്നത്. ജനം, കൊച്ചി.